ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 12ാമത് ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലവനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയും അനുഗ്രഹമെല്ലാം ഈ ആഴ്ചയിൽ സമൃദ്ധമായി നൽകപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഈ വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യേനയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
സർവശക്തനാം ദൈവമേ, സാധനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്നും അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹമുള്ളവരുമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജെർമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെർമിയാസ് പറഞ്ഞു, പലരടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. സർവത്ര ഭീതി, അവനെതിരെ ആരോപണം നടത്തുക. നമുക്കവനെതിരെ കുറ്റാരോപണം നടത്താം. എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവന് വഴിതെറ്റിപ്പോയേക്കാം. അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം, പ്രതികാരം നടത്തുകയും ചെയ്യാം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതിരിക്കുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ, അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ. അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവിന് കീർത്തനം പാടുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, സഹോദരരെ, ഒരു മനുഷ്യൻ മൂലം പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമം ഇല്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കുകയില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപം മാത്രമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയുടെയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. നിങ്ങളും സാക്ഷ്യം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നു. നിങ്ങളുടെ
പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയുടെ ഓരോ മുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 12ാമത്തെ ആഴ്ച നമുക്ക് നൽകപ്പെടുന്ന സുവിശേഷ ഭാഗം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയും ഇല്ല എന്നാണ്. ഇത് എന്താണ് മറഞ്ഞിരിക്കുന്നതും നിഗൂഢമായിട്ടുള്ളവയും അത് പിന്നീട് അറിയപ്പെടുന്നതുമായിട്ടുള്ള കാര്യം? പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട എന്നും പറയുന്നു. എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കപ്പെടുകയില്ല എന്നും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ രഹസ്യാത്മകമായിട്ടുള്ള കാര്യം എന്താണ്? ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും നമ്മൾ രഹസ്യത്തിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ നിഗൂഢമായിട്ട് രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യമാണ് എന്ന്. പക്ഷെ അതിന് തൊട്ട് ശേഷം യേശുനാഥൻ ഇപ്രകാരം പറയുന്നു: അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കുവിൻ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, രഹസ്യാത്മകമായിട്ടുള്ള രക്ഷാകര പദ്ധതി, ദൈവിക പദ്ധതി, അത് രഹസ്യാത്മകമായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ ഒപ്പം തന്നെ ക്രിസ്ത്യാനികളിലൂടെയും അത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സത്യമായിരിക്കുന്നു. കുദാശകളുടെ നിഗൂഢമായിട്ടുള്ള ദൈവിക രഹസ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ നിഗൂഢമായവയെ പുരമുകളിൽ നിന്നും ഉദ്ഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനികളും എന്നാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ചെയ്യുന്ന രഹസ്യാത്മകമായി ചെയ്യുന്ന അന്ധകാരത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അത് വെളിച്ചത്തിൽ വയ്ക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അത് സത്യമാണ്, ദൈവത്തിനറിയാം. നമുക്കറിയാം, നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്: നിങ്ങൾ CCTV ക്യാമറയുടെ വീക്ഷണത്തിലാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഒളിഞ്ഞിരുന്ന് നോക്കുന്ന സ്വഭാവമല്ല, മറിച്ചോ ഇത് വളരെ പരസ്യത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നുള്ള അർത്ഥത്തിൽ. എന്ന് പറഞ്ഞ പോലെ ദൈവം പറയുന്നു, രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് അത് നിഗൂഢമായിട്ടുള്ള രഹസ്യമായിരിക്കുന്നു എന്ന സ്വഭാവത്തിലായിരിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളിലൂടെ അത് പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ പ്രഘോഷണത്തെ പ്രതിയാണ് യേശുനാഥൻ പിന്നീട് പറയുന്നത്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന്. അപ്പോൾ ഈ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്, രക്ഷാകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ രക്ഷയിലേക്കുള്ള ഈ കൗദാശിക ജീവിതം എന്നൊക്കെ പറയുന്നത് ഇത് വളരെ രഹസ്യാത്മകമായിട്ട് മൂടി വെക്കപ്പെടേണ്ടതല്ല, മറിച്ചോ ഇത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. വിശുദ്ധ കുർബാന ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഒപ്പമാകുവാനായി അപ്പമായി ദിവ്യകാരണത്തിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ രഹസ്യാത്മകമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഇത് ഉദ്ഘോഷിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ക്രിസ്തുവിലുള്ള നിൻ്റെ വിശ്വാസം അത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ രഹസ്യാത്മകമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമല്ല, മറിച്ചോ നിൻ്റെ ഹൃദയത്തിൽ നിന്നും അത് ഒഴുകി നിൻ്റെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലൂടെ, നിൻ്റെ കണ്ണുകളിലൂടെ,
നിൻ്റെ കാതുകളിലൂടെ, നിൻ്റെ നാവുകളിലൂടെ, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരു പ്രേക്ഷിത ജീവിതം ജീവിക്കേണ്ടവരാണ്. രക്ഷാകര പദ്ധതിയെ നമ്മൾ വിശ്വസിക്കുമ്പോഴോ ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാകേണ്ടതാണ്, വാക്കുകളിലൂടെ പ്രകടമാകേണ്ടതാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ പിതാവായി, നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മളെ പ്രതി അവിടുന്ന് ഏറ്റുപറയുവാനായിട്ട് സാധിക്കുക? തള്ളി പറയുവാനായിട്ടല്ലേ സാധിക്കുകയുള്ളൂ. കാരണം അവിടുന്ന് ഇത്രമാത്രം നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം പാടുപീഡാസഹനങ്ങൾ സഹിച്ചുകൊണ്ട് മരണമടഞ്ഞ് ഉദ്ധിതനായി ഈ ലോകത്തിലേക്ക് വന്നതും പീഡകൾ സഹിച്ചതും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും ആരോഹണം ചെയ്തതുമൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോഴിതൊരിക്കലും രഹസ്യത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമല്ല. നമ്മളുടെ ആരാധനാക്രമത്തിലൂടെ നമ്മൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. അത് ദേവാലയങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിച്ചേരേണ്ടതല്ല. അത് ദേവാലയത്തിൽ നിന്നും അത് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്നും ലോകത്തിലേക്കും അത് വ്യാപിക്കേണ്ടതാണ്. അല്ലാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. കാരണം നിഗൂഢമായിരിക്കുന്നത് ഒന്നുമില്ല, രഹസ്യത്തിലായിരിക്കുന്നത് ഒന്നുമില്ല, അന്ധകാരത്തിൽ മാത്രമായിരിക്കുന്നത് ഒന്നുമില്ല. കാരണം കർത്താവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് അത് ലോകമെമ്പാടും വ്യാപിക്കുവാനായിട്ടാണ്. ആയതിനാൽ ആ വ്യാപനം നടത്തേണ്ടവരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെന്ന ആ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവമഹത്വത്തിനായി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ
നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ ബലം പാർശ്വത്തിലായി ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേൻ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനുമാകും റൂഹായി വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ പ്രിയ സഹോദരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി അവിടുത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങേ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ, തന്നെ തന്നെ അപ്പമായി നൽകുന്നത് വഴി തിരുസഭയെ അങ്ങ് പടുത്തുയർത്തണമേ. തിരുസഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഏറെ പ്രത്യേകിച്ച് ത്യാഗത്തിൻ്റെ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോഷിയച്ചനെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഈശോനാഥ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും നീതിബോധത്തോടും കൂടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നന്മയും നല്ല പ്രവൃത്തിയും ചെയ്യുന്ന നേതാക്കന്മാരായി അവരെ മാറ്റപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ ക്രിസ്തുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ നിറയ്ക്കണമേ. അനുദിനം
പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പരം പങ്കുവയ്ക്കലിൻ്റെയും വിളനിലമാകുവാൻ കൃപയേകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. പാപികളായ ഞങ്ങളെ രക്ഷിക്കാനായി സ്വർഗീയമായ എല്ലാ മഹിമയും മഹത്വവും വെടിഞ്ഞ് എളിയവരിൽ എളിയവനായി മാറിയ ഈശോയെ, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. രോഗത്തിൻ്റെതായ വിഷമതകൾ സഹിക്കുവാനുള്ള ശക്തിയും കരുത്തും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നും അവരെ പരിചരിക്കുന്നവരെ കരുണാർദ്ര സ്നേഹത്താൽ നിറയ്ക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മാതൃകയായും വെളിച്ചമായും ഞങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശികളായി ജ്വലിച്ച് അങ്ങയുടെ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതകാലത്ത് അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അങ്ങയുടെ തിരുരക്തം വഴുകി കഴുകി വെടിപ്പാക്കി അവരെ അങ്ങയുടെ മുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തവ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്നേഹബലിയിൽ കാഴ്ചയേകാണയുന്നിതാ ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സമൃദ്ധിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹസമർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും
കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുകയും ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീതിയിൽ അന്ധരാം ഞങ്ങൾക്ക് കരുണതൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിതവീതിയിൽ അന്ധരാം ഞങ്ങൾക്ക് കരുണതൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായ